അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. വീഡിയോ ചെയ്യുന്നവരൊന്നും ആയിഷാസ് ഹോമിൻ്റെ എല്ലാ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ട് ഒരു കുനാഫ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നോമ്പും കൂടിയല്ലേ, അപ്പോൾ നോമ്പ് തുറക്കാനും കൂടി എല്ലില്ലാത്ത ചിക്കൻ എടുക്കുക. അതിൽ കുരുമുളക്, ഉപ്പ്, ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ ഈ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് നല്ല നെയ്യ്, പശു നെയ്യാണ് ഒഴിച്ചെടുത്തത്. കുറച്ച് മതി, അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രം. 7 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെ നേരെയായിട്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി. ഈ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം അത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. മധുരത്തിലുള്ള കുനാഫ അത്ര വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടാക്കാഞ്ഞത്. കുറച്ച് ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർ ക്യാപ്സിക്കം വേണമെങ്കിൽ അത് ചെയ്യാം. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മളെ മഞ്ഞൾപ്പൊടി പാറ്റി കൊടുക്കുക. കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്ത് പച്ചമുളക് 2 എണ്ണം മതി, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. നമ്മൾ കുനാഫ ഉണ്ട്, അത് 2 പാക്കറ്റാണ് ഞാൻ എടുത്തത്. അത് വാങ്ങി നോക്കുമ്പോൾ രണ്ട് കളറാണ്. കുഴപ്പമില്ല, ഒന്ന് വറുത്തതും ഒന്ന് പച്ചയാണ്. ആദ്യം നല്ലോണം കൈവച്ച് പൊടിച്ചെടുക്കുക, നന്നായി പൊടിച്ചെടുക്കുക. നല്ലോണം ഒന്ന് പൊടിഞ്ഞോട്ടെ. അതിന് ശേഷം കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ലൊരു സംഭവമാണ് കുനാഫ. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടും പിന്നെ ഇത് കഴിച്ചാൽ നമുക്ക് വയറും നിറയും. ബട്ടർ ഞാൻ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. ബട്ടറിൻ്റെ ടേസ്റ്റൊന്നും ഒരുപാട് അത്ര ഇഷ്ടമല്ല ആർക്കും. മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനൊരു അമ്മിക്കല്ല് വെച്ചിട്ട് കുറച്ച് കൊടുത്ത് ചതച്ചിട്ട് എടുത്താണ്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി എരിവ് നോക്കിയിട്ട് കുറച്ച് പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാത്തത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഫില്ലിങ്ങിന് ഒരു കളർ നിന്നോട്ടെ വിചാരിച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഞാൻ നമ്മളെ കേക്കിൻ്റെ ടിന്നിൽ അത് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്യുക. ഒരു പാത്രത്തിൻ്റെ നമ്മൾ ഗ്ലാസ്സിലുണ്ടല്ലോ, ഗ്ലാസിൻ്റെ അടി കൊണ്ടിലൊന്ന് മെല്ലെ ഒന്ന് അമർത്തിയെടുത്താൽ മതി. അതിന് ശേഷം പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിച്ചപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മളെ മൊസറല്ല ചീസ് അത് ഒരു ലെയറായിട്ട് തന്നെ വരണം, നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള കുനാഫ ഡോ കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരുപാട് പ്രസ് ചെയ്യാറ്, മെല്ലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കുനാഫ ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ വിലയേറെ അഭിപ്രായം പറയുക. നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അതിന് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക, അത്രയേ വേണ്ടൂ. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടണ്ടേ. ഞാനിതൊരു ഫ്രൈ പാനിലേക്ക് ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ വെച്ചോളുക. കുനാഫ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് തന്നെ കിട്ടി. ഞാൻ ബട്ടർ ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് വിചാരിച്ച് ഇത് പൊടിഞ്ഞു പോകുന്നു. പക്ഷേങ്കിൽ ഒന്നും ആയിട്ടില്ല, സൂപ്പറായിട്ട് തന്നെ കിട്ടി. നമ്മൾ മധുരത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു.